5 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കി തരാം. ബാ. സാധാരണ മിൻസ്ഡ് ബീഫിൽ ചീസ് ഇടാറില്ല, പക്ഷെ മിൻസ്ഡ് ബീഫിൽ ചീസ് ഇട്ടാ അടിപൊളി ടേസ്റ്റ്. 100 ഗ്രാം ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് ഓർഗാനോ, ഇച്ചിരി ബേസിൽ, പിന്നെ ഇച്ചിരി പാപ്രിക്ക അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് മൊസല്ല ചീസ്. ഇനി ഇതെല്ലാം കൂടി കുഴച്ച് നല്ല മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി ബർഗർ പാറ്റി ഉണ്ടാക്കാം. ഇനി നമ്മുടെ പാറ്റി ഷേപ്പ് ആക്കാനായിട്ട് ഒരു അടിപൊളി ഐഡിയ പറഞ്ഞു തരട്ടെ. ഇതേ ഒരു റൗണ്ട് പാത്രം, ഒരു ക്ലിംഗ് റാപ്പും മതി. പാത്രത്തിൻ്റെ പൊക്കത്തോട്ട് ക്ലിംഗ് റാപ്പ് വെക്കുക. നമ്മുടെ പാറ്റി പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ മണ്ണിനേക്കാളും വലിയ പാറ്റി എടുക്കണം, അല്ലെങ്കിൽ പാറ്റി ചെറുതായി പോകും. ഇത് കണ്ട ക്ലിംഗ് റാപ്പ് വെച്ചുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയാണ്ട നല്ല പെർഫെക്റ്റ് റൗണ്ട് ആയിട്ടുള്ള പാറ്റി. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. പാനിലേക്ക് ബട്ടർ ഇടുക, ഗാർലിക് ഇടുക. ഇനി ബട്ടറിലോട്ട് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇറങ്ങണ വരെ കുക്ക് ചെയ്യാം. നല്ല മണം. ഇനി ഇതിലോട്ട് ഈ പാറ്റി ഇടുക, 1.5 മിനിറ്റ് കുക്ക് ചെയ്യുക, മറിച്ചിടുക, ചീസ് ഇടുക, മൂടി വെക്കുക. ചൂടായ ബട്ടറിലേക്ക് നമ്മുടെ പാറ്റി വെച്ചിട്ട് 1.5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി അത് മറിച്ചിടുക. അടിപൊളി ക്രസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് ചീസിൻ്റെ സ്ലൈസ് ഇടാം. എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിതിൽ 2 ചീസിൻ്റെ സ്ലൈസ് ഇട്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് 1.5 മിനിറ്റ് കുക്ക് ചെയ്തതിന് തുറന്ന് നോക്കുമ്പോണ്ടല്ലോ അടിപൊളി സ്മെല്ലായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ബട്ടറിൽ നമുക്ക് ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഗാർലിക്കിൻ്റെയും ബീഫിൻ്റെയും ഫ്ലേവറുള്ള ആ ബട്ടറിൽ നമ്മുടെ ബണ്ണ് ടോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് തിരിച്ചിടുമ്പോഴത്തേക്കും ആ ഫ്ലേവറൊക്കെ പിടിച്ച് അടിപൊളി ബണ്ണ് കിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗാർലിക് ഇടുക, പിന്നെ ഒരു സ്ലൈസ് ചീസ് ഇടുക. അത്രേ ഉള്ളൂ, നമ്മുടെ ബർഗർ ബണ്ണ് റെഡി. ഇനി നമുക്കൊരു അടിപൊളി ബർഗർ സോസ് ഉണ്ടാക്കിയാലേ. 3 എഗ് വൈറ്റ്, 3 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി പെപ്പർ, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഇടിച്ച മുളക്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് കെച്ചപ്പ്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ്, ഒരു ഇച്ചിരി ലൈം ജ്യൂസ്, ചൂടുവെള്ളം കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബർഗർ സോസ് റെഡി. ഇനി നമുക്ക് നമ്മുടെ ബർഗർ അങ്ങ് സെറ്റ് ചെയ്ത് തരാം. സവാള, ലെറ്റ്യൂസ്, ഗാർലിക്, കുക്കുംബർ, തക്കാളി, ഹാലപ്പിനോസ്. നമ്മുടെ ബർഗർ ബൺ എടുക്കുക, ഇച്ചിരി ബർഗർ സോസ് ഇടുക, ലോട്ട് ലെറ്റ്യൂസ്, 2 തക്കാളി, 4 ക്യൂക്കമ്പർ, ഇച്ചിരി സോസ്, ഇച്ചിരി ഹാലപ്പിനോസ്, പിന്നെ നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻ അല്ലെങ്കിൽ നമ്മുടെ വാട്ടിയ ഉള്ളി, പിന്നെ അതിലോട്ട് പാറ്റി വെക്കുക. ഇനി അതിലോട്ട് സോസ്, ഗാർലിക്, ഇച്ചിരി ഹാലോപ്പിനോസ്, 2 ക്യൂക്കമ്പർ, പിന്നെ തക്കാളി, പിന്നെ ലെറ്റ്യൂസ് ഇട്ടങ്ങ് കവർ ചെയ്തിട്ട് ഇച്ചിരി സോസ് ഒഴിച്ച് നമ്മുടെ ബണ്ണും വെച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ റെഡി. ഇത്രയുള്ള ബർഗർ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്, നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. 5 മിനിറ്റേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിക്കോ.